എന്ന് പറയുന്നത് അർളുൻ ഹാദിറുൻ യഅകുലു മിൻഹു അൽ ബർറു വൽ ഫാജിർ. നല്ലവരും അല്ലാത്തവരും, ഈമാനുള്ളവരും ഈമാനില്ലാത്തവരും എല്ലാവരും ലോകത്ത് ജീവിക്കുന്നില്ലേ? സമ്പത്തില്ലേ, സൗഭാഗ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന ദുന്യാവില്ലേ, ഫുലൂസില്ലേ, പൈസയില്ലേ, സമ്പാദ്യങ്ങളില്ലേ? അത് അള്ളാഹുവിനെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും അള്ളാഹ് കൊടുക്കുന്നില്ലേ? അതിനർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ അടയാളമല്ല അള്ളാഹു സമ്പത്ത് നൽകുന്നത്. അത് ആർക്കും അള്ളാഹ് കൊടുത്തേക്കും. ഒരു ഈച്ചയുടെ ചിറകിനോളം അള്ളാഹു ഈ ലോകത്തിന്റെ പൈസക്കോ ആർഭാടത്തിനോ വില കൊടുക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് പോലും ഈ ദുന്യാവ് അള്ളാഹു നൽകുന്നത് എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലാ വറബ്ബിക് فلا وربك لا يؤمنون حتى يحكموك فيما അംഗീകരിച്ചു, പക്ഷെ ആളാ തെറ്റ് ചെയ്തു. മുഅ്മിനുൻ ആസ്വിൻ, അയാൾ മുഅ്മിനാണ് പക്ഷെ തെറ്റുകാരനാണ്. നേരെ മറിച്ച് അള്ളാഹ് ഹറാമാക്കിയത് ഹറാമല്ല എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ തന്നെ പുറത്തുപോയി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ 16ഓളം വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതുണ്ട് ഈമാൻ സാധ്യമാകാനെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ കലാം അള്ളാഹുവിന്റെ വചനങ്ങളെ മുൻനിർത്തി വിവരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് ഇജ്തിനാബുൽ മആസി, തെറ്റുകൾ ചെയ്തു പോകരുത്. അതുകൊണ്ടാണ് ചില തെറ്റുകളെ കുഫറാണ്, ദൈവനിഷേധമാണ് എന്ന് തോന്നുന്ന പ്രയോഗം ഖുർആനിലും ഹദീസിലൊക്കെ വന്നിട്ടുള്ളത്. ആളുകൾ കാണാൻ വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുക, എന്ത് നന്മ ചെയ്യുമ്പോഴും നമ്മളത് പോസ്റ്റ് ചെയ്യും, അത് സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലുമൊക്കെ. എന്തിന്? ആളുകൾ അറിയട്ടെ, ആളുകൾ കാണട്ടെ. നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു ഇത് സ്വീകരിക്കൂല. അതിനെ ഷിർക്ക് എന്ന് നബി തങ്ങൾ വിളിച്ചു. ഷിർക്കുൽ ഖഫി, അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണ്. നമ്മൾ അള്ളാഹിനല്ലേ സന്തോഷിപ്പിക്കേണ്ടത്, നമ്മൾ ജനങ്ങളെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മൾ ആ പരിപാടി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ കൂടെ ജനങ്ങളെ ഒപ്പം കൂട്ടിയില്ലേ, അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കലല്ലേ. അതുകൊണ്ട് അള്ളാഹു താല പറയും, നാട്ടുകാർക്ക് വേണ്ടി നീ ചെയ്തില്ലേ, അത് എനിക്ക് വേണ്ട, അത് അവർക്ക് കൊടുത്തേക്കിൻ. പാർട്ട്ണർമാരിൽ ഏറ്റവും വലിയ മുതലാളിയാണ് ഞാൻ, എനിക്ക് പാർട്ണർഷിപ്പ് ഒന്നും വേണ്ട എന്ന് റബ്ബ് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില വിഷയങ്ങളെ അങ്ങനെ ഹറാമിനോട് നിബിധങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയാൻ, തോന്നിയതുപോലെ ജീവിക്കുന്നവർ അവരുടെ ഇലാഹ് അവരുടെ ശരീരമാക്കി വെച്ചവരാണ്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ. ഈ ആയത്തിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ പറയാൻ, കുല്ലമഷ്തഹാ ഷൈഅൻ അതാ, അവനവന്റെ പടച്ചവൻ സ്വന്തം ശരീരം പടച്ചവനാക്കി വെച്ചവർ. കള്ളുടിക്കണം തോന്നുന്നു കള്ളുടിക്കുന്നു, വ്യഭിചരിക്കണം തോന്നുന്നു വ്യഭിചരിക്കുന്നു, ഹറാമ് ചെയ്യണം തോന്നുന്നു ചെയ്യുന്നു. ഒരു ലൈസൻസും ഇല്ലാതെ തിന്മ ചെയ്യുന്ന ആൾ അവന്റെ പടച്ചവൻ പിന്നെ അവന്റെ തടിയല്ലാതെ പിന്നെ ഏതാ? സ്വന്തം ശരീരത്തെ, സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ പടച്ചവനായി അവരോധിച്ച ആളുകൾ എന്ന് ഖുർആൻ വിളിക്കുന്നത് അള്ളാഹ് അനുസരിക്കാത്തവരെയാണ്. അള്ളാഹ് അനുസരിക്കുന്നവർ അവർ അള്ളാഹുവിനെയാണ് അനുസരിക്കുക, സ്വന്തം ശരീരത്തെ അല്ല. നബി ഞങ്ങൾ പറയുമായിരുന്നു, തഅസ അബ്ദുദ്ദീനാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അള്ളാഹുവേ ആരാധനക്കർഹനായി മറ്റാരുമില്ല റബ്ബേ എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം, അല്ലേ? കൊടകില് കന്നഡ ആയതുകൊണ്ട് മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഉണ്ടോ? ഞാൻ വലിയ കടകട്ടിയുള്ള മലയാളം ഒന്നും പറയാറില്ല, മനസ്സിലാവുന്ന ഭാഷനല്ലേ പറയുന്നത്, അല്ലേ? പോയിക്കോട്ടെ. തഅസ അബ്ദുദ്ദീനാർ തഅസ അബ്ദുദ്ദിർഹമി. നബി ഞങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പൈസയെ ആരാധിക്കുന്ന പൈസയുടെ ആളുകൾ എന്നുദ്ദേശിക്കുന്നിടത്ത് പൈസയുടെ അടിമകൾ എന്ന് പറഞ്ഞു നബി തങ്ങൾ. അള്ളാഹിന്റെ അടിമ എന്നാ പറയേണ്ടത്. തഅസ, നഷ്ടപ്പെട്ടുപോയി, തകർന്നുപോയി. ആര്? അബ്ദുദ്ദീനാർ, ദീനാറിന്റെ അടിമകൾ. ദീനാർ എന്ന് പറഞ്ഞ സ്വർണ്ണ നാണയമാണെന്ന്. പിന്നെ പറഞ്ഞു തഅസ അബ്ദുദ്ദിർഹമി, ദിർഹമിന്റെ വെള്ളി നാണയത്തിന്റെ അടിമകളും നശിച്ചു പോയിരിക്കുന്നു. പൈസയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ചെറുക്ക് അങ്ങനെയാ, കാശ് കണ്ട അവിടെ വീഴും. അത് ഹലാലും ഹറാം എന്ന വിഷയം. അത് ലോട്ടറി കിട്ടിയാലും പൊക്കലിട്ട് പോരും, അതൊക്കെ ഹലാലാന്ന് പറയും. എന്തേ? പൈസയുടെ അത്ര കാർത്തിയാണ്. അത്തരം ആളുകൾ തഅസ, അവർ നശിച്ചിരിക്കുന്നു. തഅസ അബ്ദുൽ ഖതീഫ തഅസ അബ്ദുൽ ഖമീസ. അന്നത്തെ വിലപിടിപ്പുള്ള 2 വസ്ത്രങ്ങളാണത്, വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങളാണ്. അതൊക്കെ കിട്ടിയ തരക്കേടില്ല, അതിന് മാത്രം ജീവിക്കുന്നവർ.
അതായിരിക്കും അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹം. ഞാൻ ഇന്നലെ ഒരാളുടെ ഒരു വോയിസ് കേൾക്കുകയായിരുന്നു. അപ്പോൾ പറയും, എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹം മുന്തിയ വണ്ടിയൊക്കെ വാങ്ങണമെന്നാ. ഞാൻ അത്രേ ചെയ്യാറുള്ളൂ. ആയിക്കോട്ടെ, ഹലാലാണെങ്കിൽ അള്ളാഹ് സാധിപ്പിച്ചു കൊടുക്കട്ടെ. പക്ഷേ വാഹനത്തോട് ഒരു തരം ആരാധന തോന്നുന്ന ഒരു കാലമാണിത്. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഒരു വലിയൊരു വാഹനം, ഒരു അത്യാവശ്യം വിലപിടിപ്പുള്ള വണ്ടി കണ്ട അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കുന്നു. ഓ, ഇപ്പോൾ ഡിഫൻഡറൊക്കെ പോയാൽ ഇങ്ങനെ നോക്കുന്നു അല്ലേ, ഓ എന്തോ ചുരുക്കുള്ള വണ്ടിയാണ്, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഔട്ടാവും, വേറെ വണ്ടി വരും. അപ്പോൾ വാഹനത്തോട്, ചിലർക്ക് വാച്ചിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും, ചില ആൾക്ക് മൊബൈൽ ഫോണോട് ക്രേസ്. ഇത് പരിധി വിട്ടുപോയാൽ അതിര് വിടും. നിബിതങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞതിൽ പെട്ടുപോകും. പാകത്തിന് മതി, ആവശ്യത്തിന് ഉപയോഗിക്കുക. വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് എന്താ കാര്യം? ആ വണ്ടി ഉപയോഗിച്ച് നീ പള്ളി പോകുന്നുണ്ടോ? ആ വണ്ടി ഉപയോഗിച്ചിട്ട് നീ വാത് കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ആ വണ്ടി ഉപയോഗിച്ച് ദഅവത്തിന് പോകുന്നുണ്ടോ? ആ വണ്ടി ഓടിച്ചിട്ട് ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? അതൊരു വസീലയല്ലേ? ഇറ്റ്സ് എ മീഡിയം. അതൊരു ഒരു 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 മീഡിയമാണ്. അത് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണം അല്ലേ? പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ചിട്ട് പൈസ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തിന് പൈസ ഉണ്ടാക്കുന്നു? ഞാൻ അള്ളാഹ് പൈസ എന്നാ ഒരു പള്ളി ഉണ്ടാക്കും, മാഷാ അല്ലാഹ്. ഒരു മദ്രസ ഉണ്ടാക്കി കൊടുക്കും, അൽഹംദുലില്ലാ. അതൊക്കെ ഒരു നല്ല പരിപാടിയാണ്. നേരെ മറിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബാങ്കിൽ ഒരുമിച്ച് എന്നിട്ടങ്ങ് മരിച്ചു പോവുക, വല്ല കാര്യമുണ്ടോ? അത് സ്വതക്കം ചെയ്തില്ല, ദാനവും ചെയ്തില്ല, സകാത്തും കൊടുത്തില്ല. ആ സമ്പത്തിനോട് അള്ളാഹുവിനോട് വിചാരണ പറയണ്ടേ, ഹിസാബ് ചെയ്യണ്ടേ? തങ്ങൾ പറയാ, പൈസയെ ആരാധിക്കുന്നവര്, വസ്ത്രങ്ങളെ ആരാധിക്കുന്നവര്, വാഹനങ്ങളെ ആരാധിക്കുന്നവര്, അവര് നശിച്ചു. പിന്നെ പറഞ്ഞു എന്തൊരു വാക്കാന്നറിയത്? തങ്ങൾ പറഞ്ഞു അവര് നശിക്കട്ടെ, മുഖം കുത്തി വീഴട്ടെ. പിന്നെ പറഞ്ഞു കാലിൽ മുള്ളു കുത്തിയാൽ ആ മുള്ളു വരെ വലിച്ചൂരാൻ അവർക്ക് പറ്റാതിരിക്കട്ടെ. വല്ലാത്തൊരു വാക്കാണിത്. മുള്ളു കുത്തിയത് എടുക്കാൻ പറ്റാണ്ടിരുന്ന വലിയ വേദനയിലെ വിഷമല്ലേ? തങ്ങൾ പറഞ്ഞു, ഈ പൈസയെ പ്രേമിച്ച് നടക്കുന്നവർ, പൈസയെ ആരാധിക്കുന്നവർ, അതിനുവേണ്ടി എന്തും ചെയ്തു കൂട്ടുന്നവർ, മുള്ളുകുത്തിയാൽ വരെ അവരുടെ കാലിൽ നിന്ന് മുള്ളു പോരാതിരിക്കട്ടെ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊക്കെ അള്ളാഹു പറയാ ആരാധന എന്നാ. നമ്മൾ പറയും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരാ, എന്നിട്ട് സക്കാത്ത് കൊടുക്കൂല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ പറയാം ലാ ഇലാഹ ഇല്ലാ ഫുലൂസ്. പടച്ചോൻ പൈസ ഇല്ലാതെ വേറൊന്നുമില്ല എന്ന സത്യത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇല്ലല്ലാഹ് എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദുശ് ശൈത്താൻ. തിന്മകൾ ചെയ്യുന്നവരെ അള്ളാഹു വിളിക്കുന്നത് പിശാചിനെ ആരാധിക്കുന്നവര് എന്നാണ്. ലഹരി അടിച്ച് നടക്കാൻ, കള്ളുടിച്ച് നടക്കാൻ, ഫുൾ സമയം ആൾ ടോക്സിന, വിഷമാണ്, ലഹരിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, ടോക്സിക്കാണ്. അങ്ങനെ ഇൻടോക്സിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പിശാചിനെ അനുസരിച്ചു എന്നല്ല ഖുർആൻ പറഞ്ഞു, അവൻ പിശാചിനെ ആരാധിക്കുകയാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, യാ ബനി ആദം, ആദം നബിയുടെ മക്കളെ, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, സൂറത്തു യാസീനാണത്. അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദുശ് ശൈത്താൻ.
പിശാചിനെ ആരാധിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? മോശപ്പെട്ട ഫിലിം കാണുക, അല്ലെങ്കിൽ മോശപ്പെട്ട ഹറാമായ ചിത്രങ്ങൾ കാണുക, അതിനെ അനുസരിക്കുക. അത് ആരെ അനുസരിക്കുന്നത്? ഇത് ഹറാമാണ്, ഒരു മനുഷ്യന്റെ അവറത്ത് നോക്കാൻ പാടില്ല എന്നാണ്. പിന്നെ വേറെ അവറത്ത് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പിശാച്ചാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പിശാച്ചിനെ ആരാധിക്കരുത്? അള്ളാഹ് പറയണത് പിശാച്ചിനെ അനുസരിക്കുകയാണ് അവിടെ. ആ അനുസരണയെ ഖുർആൻ പറയാൻ നിങ്ങൾ ഇബാദത്താണ് ചെയ്യണത്. ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ, അവൻ പറഞ്ഞല്ലേ കേൾക്കുന്നുള്ളൂ. അത് നിങ്ങൾ അവനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. പടച്ചോനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തിന്മകൾ സംഭവിച്ചു പോകും മനുഷ്യന്മാരെന്ന്, പക്ഷേ ഉടനെ തൗബ ചെയ്യണം. ഉടനെ തൗബ, അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയാ. ഉടനെ തൗബ ചെയ്യണം. അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ്. ചില ആളുകളുടെ ആരാധ്യ വസ്തു അവരുടെ ശരീരമാണ്. പെൺകുട്ടികൾ ഹിജാബ് എടുത്ത് ഊരുമ്പോ എന്തിനു മോളെ നീ ഹിജാബ് എടുത്തു മാറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം, എൻ്റെ ഫ്രണ്ട്സിന് അത് ഇഷ്ടാവുന്നില്ല. ചിലർ പറയും അതിട്ടിട്ട് എനിക്കൊരു ഭംഗി തോന്നുന്നില്ല. ചിലർ പറയും ഞാൻ ഒറ്റയ്ക്ക് ഇവരുടെ കൂട്ടത്തിൽ എങ്ങനെയാ ഒറ്റക്കിട്ട് നടക്കുക, അപ്പൊ ഞാനങ്ങ് ഊരിക്കളഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴേ ചിലർ ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് പറയും എനിക്കത് ഇഷ്ടമല്ല, അള്ളാഹുവിൻ്റെ ഒരു നിയമം നിനക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നീ അനുസരിക്കുന്നത് ആരെയാ? നിന്റെ സ്വന്തം യുവർ ഓൺ ബോഡിലി caprices and passions, നിങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്. യു ആർ നോട്ട് ഒബേയിങ് അല്ലാഹ്. അല്ലാഹു തആല പറയാണ് യു വർഷിപ്പിംഗ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നീ പടച്ചവനാക്കി മാറ്റിയില്ലയോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. യാ അല്ലാഹ്, ذلك بأنهم اتبعوا ما أسخط الله وكرهوا رضوانه فأحبط أعمالهم. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് അവരെ പിന്തുടരുകയും അള്ളാഹുവിന്റെ ഇഷ്ടം അവര് വേണ്ടെന്ന് വെക്കുകയും ചെയ്തവരല്ലയോ? ഫഅഹ്ബത അഅമാലഹും, അവരുടെ കർമ്മങ്ങളെ അള്ളാഹു പൊളിച്ചു കളയുന്നുവെന്ന് വിശുദ്ധമായ ഖുർആൻ. ഹസൻ അൽ ബസ്രി തങ്ങൾ അതുകൊണ്ടാണ് പറയാറുള്ളത്, യഅലം അന്നക ലൻ തുഹിബ്ബല്ലാഹ ഹത്താ തുഹിബ്ബ ത്വാഅതഹ്. You don't love Allah until you love His obedience. അള്ളാഹുവിനെ അനുസരിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് അള്ളാഹിനോട് സ്നേഹമില്ല. അള്ളാഹിനോട് സ്നേഹമുണ്ട്. We may claim we love Allah. ചിലർ അങ്ങനെ പറയാൻ അള്ളാഹിനെ സ്നേഹിക്കുന്ന ആളാണ്. പക്ഷെ how do you prove it if you don't obey Allah? അള്ളാഹുവിനെ അനുസരിക്കാതെ എങ്ങനെ തെളിയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹിനോട് സ്നേഹമുണ്ടോ, you should obey Allah and His rules. അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. ഹസൻ അൽ ബസ്രി തങ്ങൾ പറയാ, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബികളിൽ ചില ആളുകളെങ്കിലും മിന്നാ നുഹിബ്ബു റബ്ബനാ ഹുബ്ബൻ ശദീദാ, ഞങ്ങൾക്ക് അല്ലാഹുവിനോട് നല്ല സ്നേഹമാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിനോട് ഇഷ്ടമാണ് എന്ന് ഒരു വിഭാഗം സ്വഹാബിമാർ പറയുകയും ആ പറഞ്ഞതിന് പ്രത്യക്ഷമായ തെളിവുകൾ ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു ഇറക്കിയ ആയത്താണ് സൂറത്തു ആലി ഇംറാനിലെ 31-ാമത്തെ ആയത്ത്. فأحب الله أن يجعل لحبه علما. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന് ഒരു തെളിവ് അല്ലാഹു കൊണ്ടുവന്നു സൂറത്ത് ആലി ഇംറാനിൽ. എല്ലാവരും പറയുന്നു ഞങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നു. എവരിബഡി ക്ലെയിംസ്. അപ്പൊ അതിന് there should be a proof. എന്താ പ്രൂഫ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബബുകുമുല്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ. നിങ്ങൾക്ക് റബ്ബിനോട് സ്നേഹമുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ എന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞ ഹദീസ് അംഗീകരിക്കണം. ചില വിവരമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. അവർ പറയും ഖുർആൻ ഞാൻ അത് അംഗീകരിക്കും, ഹദീസ് അത് പിന്നെ ദഈഫും ഹസനും സഹീഹ് പലതുണ്ടല്ലോ, അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഖുർആൻ മാത്രമാണ്. ആൾക്ക് വിവരമില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഖുർആൻ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ 5 നിസ്കാരത്തിന്റെ പേര് ഖുർആനിൽ കിട്ടുമോ? കിട്ടൂല. ഓതുടുക്കൽ എങ്ങനെയെന്ന് ഖുർആൻ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുമോ? പൂർണ്ണരൂപം കിട്ടൂല. നിസ്കാരത്തിന്റെ സമയം അല്ലാഹു തആല പറഞ്ഞിരുന്നുണ്ടോ? ഇതൊക്കെ പറയുന്ന ഖുർആൻ ആയിരക്കണക്കിന് പേജാവൂലേ? ഖുർആൻ ഒറ്റ കാര്യം പറയും, ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഓ മൈ മെസഞ്ചർ, യു ഷുഡ് എക്സ്പ്ലെയിൻ ടു ദം വാട്ട് ഹാസ് ബീൻ റിവീൽഡ് ടു യു. നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഈ ഖുർആൻ നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അപ്പൊ അത് കിട്ടൽ എവിടെന്നാ? ഹദീസ് എന്നാ കിട്ടുള്ളൂ. ഹദീസ് അംഗീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റൂല. ഖുർആൻ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ ഖുർആൻ പറയാണ് എന്റെ